ഹായ് ഹലോ നമസ്കാരം. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് രാമേശ്വരം ക്ഷേത്രത്തിലെ തീർത്ഥക്കിണറുകളെ കുറിച്ചിട്ടാണ് കേട്ടോ. പവിത്രമായ തീർത്ഥക്കിണറുകൾ അമ്പലത്തിന് അകത്തും പുറത്തുമായിട്ട് 53 തീർത്ഥങ്ങളാണ് ആകെയുള്ളത്. അതിൽ 22 തീർത്ഥക്കിണറുകളും സ്ഥിതി ചെയ്യുന്നത് അമ്പലത്തിൻ്റെ ഉള്ളിലാണ് കേട്ടോ. രാമേശ്വര ക്ഷേത്രത്തിൽ പോയിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കും. ഈ ക്ഷേത്ര കിണറ്റിൽ വന്നിട്ടാണ് വെള്ളം കോരി ഒഴിച്ച് നമ്മൾ കുളിച്ച് ഭഗവാനെ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു തീർത്ഥക്കിണറുകൾക്കെല്ലാം അതീവ പ്രാധാന്യമുണ്ട്. ഓരോ തീർത്ഥങ്ങൾക്കും കുളിക്കുന്നതിനും ഓരോ അർത്ഥങ്ങളുണ്ട്. അതുപോലെ തന്നെ ഓരോ തീർത്ഥത്തിനും കിണറിനും ഓരോ പേരുകളുണ്ട്. അത് ഞാനിവിടെ പറയാം കേട്ടോ. ഒന്നാമത്തെ തീർത്ഥം എന്ന് പറയുന്നത് ശ്രീ മഹാലക്ഷ്മി തീർത്ഥമാണ്. ഇത് സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ചാൽ ശ്രീ ഹനുമാൻ സന്നിധിക്ക് തെക്ക് ഭാഗത്താണ് ശ്രീ മഹാലക്ഷ്മി തീർത്ഥം. ഈ തീർത്ഥത്തിൽ സ്നാനം ചെയ്ത് ധർമ്മരാജൻ സർവ്വ ഐശ്വര്യങ്ങളും നേടി എന്നാണ് ഐതിഹ്യം. രണ്ടാമത്തെ തീർത്ഥം എന്ന് പറയുന്നത് സാവിത്രി തീർത്ഥമാണ്. ശ്രീ ഹനുമാൻ സന്നിധിക്ക് പടിഞ്ഞാറ് വശത്ത് സാവിത്രി തീർത്ഥം കാണാം. കാശിപർ രാജാവ് ശാപമുക്തി നേടിയ തീർത്ഥം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. മൂന്നാമത്തെ തീർത്ഥം എന്ന് പറയുന്നത് ഗായത്രി തീർത്ഥമാണ്. സാവിത്രി തീർത്ഥത്തിന് സമീപം കാശിപർ രാജാവ് ശാപദോഷം തീർത്ത തീർത്ഥമാണിത്. നാലാമത്തെ തീർത്ഥം എന്ന് പറയുന്നത് സരസ്വതി തീർത്ഥമാണ്. സാവിത്രി തീർത്ഥത്തിനരികിൽ കാശിപർ രാജാവ് ശാപമുക്തി നേടിയ തീർത്ഥമാണിത്. അഞ്ചാമത്തെ തീർത്ഥം എന്ന് പറയുന്നത് സേതുമാധവ തീർത്ഥമാണ്. മൂന്നാം പ്രാകാരത്തിലുള്ള തെപ്പക്കുളം ലക്ഷ്മി കടാക്ഷവും മനഃശുദ്ധിയും നേടിത്തരുന്ന തീർത്ഥമാണിത്. ആറാമത്തേത് ഗന്ധമാദന തീർത്ഥം എന്നറിയപ്പെടുന്നു. സേതുമാധവ സന്നിധിക്ക് സമീപം ദാരിദ്ര്യ ദുഃഖത്തിൽ നിന്നും മുക്തി നേടാനും സകല ഐശ്വര്യങ്ങൾ ലഭിക്കുന്നതിനും ബ്രഹ്മഹത്യാ ദോഷം പരിഹരിക്കുന്നതിനും ഈ തീർത്ഥസ്നാനം നല്ലതാണ്. ഏഴാമത്തെ തീർത്ഥം എന്ന് പറയുന്നത് ഗവാക്ഷാ തീർത്ഥമാണ്. ഗന്ധമാനത തീർത്ഥത്തിന് അരികിൽ നരകലോകവാസത്തിൽ നിന്ന് മോചനം നേടാൻ ഈ തീർത്ഥസ്നാനം കൊണ്ട് സാധിക്കുമത്രേ. എട്ടാമത്തെ തീർത്ഥം കവായ തീർത്ഥം. സേതുമാധവ സന്നിധിക്ക് സമീപം കൽപ്പക വൃക്ഷവാസം ലഭിക്കുന്നതിന് ഈ തീർത്ഥസ്നാനം ഉത്തമമാണെന്നാണ് പറയപ്പെടുന്നത്. ഒമ്പതാമത്തെ തീർത്ഥം നളതീർത്ഥം. കവായ തീർത്ഥത്തിനരികിൽ സൂര്യ തേജസ് നേടാനും സ്വർഗലോക പ്രാപ്തിക്കും ഈ കിണറിലെ ജലം കൊണ്ട് നമ്മൾ കുളിക്കുന്നത് വളരെ ഉത്തമമാണ്. പത്താമത്തെ തീർത്ഥം എന്ന് പറയുന്നത് നീളതീർത്ഥം. സേതുമാധവ സന്നിധിക്ക് സമീപം ഈ തീർത്ഥത്തിൽ നീരാടുന്നത് മൂലം സകല യാഗഫലങ്ങളും അഗ്നിയോഗ പദവിയും ലഭ്യമാകും എന്നാണ് വിശ്വാസം. 11ാമത്തെ തീർത്ഥം ശംഖുതീർത്ഥം. ക്ഷേത്രത്തിൻ്റെ ഉൾപ്രാകാരത്തിൽ വത്സനാഭമുനിക്ക് നന്ദികേട് കൊണ്ടുവന്ന പാപത്തിൽ നിന്നും മോചനം ലഭ്യമാക്കിയ തീർത്ഥമാണ് ശംഖുതീർത്ഥം. 12ാമത്തെ തീർത്ഥം എന്ന് പറയുന്നത് ചക്രതീർത്ഥം. ക്ഷേത്രത്തിൻ്റെ ഉൾപ്രകാരത്തിൽ സൂര്യന് സ്വർണ്ണഹസ്തങ്ങൾ ലഭ്യമാക്കിയത് ഈ തീർത്ഥസ്നാനം കൊണ്ടാണത്രേ. 13ാമത്തെ തീർത്ഥം ബ്രഹ്മഹത്യാ വിമോചന തീർത്ഥം. ചക്രതീർത്ഥത്തിന് സമീപം ബ്രഹ്മഹത്യാ ദോഷത്തിൽ നിന്ന് മോചനം നേടാൻ ഈ തീർത്ഥസ്നാനം ഉത്തമമാണ്. 14ാമത്തെ തീർത്ഥം സൂര്യതീർത്ഥം. കോവിൽ ഉൾപ്രകാരത്തിൽ തൃക്കാലജ്ഞാനവും കാലാനുസൃത പ്രാപ്തങ്ങളും നേടാൻ ഈ തീർത്ഥത്തിലെ കുളി ഉത്തമമാണ്. 15ാമത്തെ തീർത്ഥം ചന്ദ്രതീർത്ഥം. സൂര്യതീർത്ഥത്തിന് സമീപം തൃക്കാലജ്ഞാനവും ലോകപ്രാപ്തങ്ങളും ലഭിക്കുവാൻ ചന്ദ്രതീർത്ഥത്തിലെ സ്നാനം ഉത്തമമാണ്. 16ാമത്തെ തീർത്ഥം ഗംഗാതീർത്ഥം. ചന്ദ്രതീർത്ഥത്തിന് അരികിൽ ജ്ഞാനശ്രുതി രാജാവിന് ജ്ഞാനലാഭം നേടിയ തീർത്ഥം. അപ്പോൾ ഈ ഒരു ഗംഗാതീർത്ഥത്തിൽ നമ്മൾ കുളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജ്ഞാന ഐശ്വര്യങ്ങളുണ്ടാവുമെന്നാണ്. 17ാമത്തെ തീർത്ഥം യമുനാതീർത്ഥം. ഗംഗാതീർത്ഥത്തിന് സമീപം ജ്ഞാനശ്രുതി രാജാവ് ജ്ഞാനലാഭം നേടിയ തീർത്ഥമാണ്. 18ാമത്തെ തീർത്ഥം എന്ന് പറയുന്നത് ഗയാതീർത്ഥം. ഗംഗാതീർത്ഥത്തിന് സമീപം ജ്ഞാനശ്രുതി രാജാവ് ലാഭം നേടിയ തീർത്ഥമാണ് ഗംഗാതീർത്ഥം ഗയാതീർത്ഥം. 19ാമത്തെ തീർത്ഥം ശിവതീർത്ഥം. നന്ദീമണ്ഡപത്തിന് സമീപം ഭൈരവർ ബ്രഹ്മഹത്യാ പാപനിവൃത്തി നേടിയ തീർത്ഥം എന്നറിയപ്പെടുന്നത് ശിവതീർത്ഥത്തെയാണ്. സത്യമിത്രതീർത്ഥം 20ാമത്തെ തീർത്ഥം.
ശ്രീ പർവ്വതവർത്തിനി അമ്മൻ സന്നിധിക്ക് സമീപം പുനരുനു ചക്രവർത്തി ശാപദോഷ പരിഹാരം ചെയ്ത തീർത്ഥം എന്നാണ് ഇതിനറിയപ്പെടുന്നത്. 21ാമത്തെ തീർത്ഥം സർവ്വതീർത്ഥം. ശ്രീ രാമനാഥസ്വാമി സന്നിധിക്ക് മുൻവശം ശുതിരിശനർക്ക് ജന്മനാ ഉണ്ടായിരുന്ന അന്ധത, ജരാനര, ദേഹബലഹീനത എന്നിവയ്ക്ക് പരിഹൃതമാക്കിയ തീർത്ഥം എന്നാണ് ഇതിനറിയപ്പെടുന്നത്. 22ാമത്തെ തീർത്ഥം കോടി തീർത്ഥം. ക്ഷേത്രത്തിൻ്റെ പ്രഥമ പ്രകാരത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ മാതുലൻ കംസനെ നിഗ്രഹിച്ച പാപത്തിൽ നിന്നും മോചനം ലഭിക്കുവാൻ ഈ തീർത്ഥത്തിൽ നീരാടിയത്രേ. ഈ പറയുന്ന എല്ലാ തീർത്ഥങ്ങളിലും പോയിട്ട് നമ്മൾ സ്നാനം ചെയ്തിട്ടാണ് നമ്മൾ രാമേശ്വരത്ത് ഭഗവാനെ കാണാനായിട്ട് കയറുന്നത്. ഈ തീർത്ഥങ്ങൾക്ക് പുറമേ തന്നെ അമ്പലത്തിൻ്റെ പുറത്ത് ഭാഗത്ത് വേറെ ഒത്തിരി തീർത്ഥങ്ങളുണ്ട്. അതിലൊരു തീർത്ഥമാണ് ലക്ഷ്മണ തീർത്ഥം. ശ്രീ രാമനാഥസ്വാമി ക്ഷേത്രത്തിന് പടിഞ്ഞാറ് ദിക്കിൽ സേതു റോഡിലാണ് ലക്ഷ്മണ തീർത്ഥം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ബലരാമന് ബ്രഹ്മഹത്യാ പാപദോഷം പരിഹൃതമായ തീർത്ഥമാണ് ഈ ലക്ഷ്മണ തീർത്ഥം എന്നും ഒരു ഐതിഹ്യമുണ്ട്. അതുപോലെ തന്നെ രാമതീർത്ഥം. ലക്ഷ്മണ തീർത്ഥത്തിന് സമീപം ധർമ്മരാജൻ വ്യാജപ്രസ്താവന ചെയ്തു പോയ പാപം പരിഹരിക്കുവാനായിട്ടാണ് ഈ തീർത്ഥത്തിൽ നീരാടിയതെന്നാണ് ഐതിഹ്യം. സീതാതീർത്ഥം. രാമതീർത്ഥത്തിന് അരികിൽ സ്ഥിതി ചെയ്യുന്ന ധർമ്മരാജൻ വ്യാജപ്രസ്താവന ചെയ്തു പോയ പാപ പരിഹൃതമാക്കിയ തീർത്ഥം എന്നറിയപ്പെടുന്നു. ജടായു തീർത്ഥം. ഈ പുണ്യതീർത്ഥം രാമേശ്വരം ക്ഷേത്രത്തിൽ നിന്നും 3 മൈൽ ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. തെക്ക് ദിശയിൽ സ്ഥിതി ചെയ്യുന്ന രാവണ നിഗ്രഹം ചെയ്തു മടങ്ങിയ ശ്രീരാമൻ തൻ്റെ വസ്ത്രങ്ങൾ കഴുകിയ ജലാശയത്തിന് ജടായു തീർത്ഥമെന്ന് പേര് കൽപ്പിക്കപ്പെട്ടു എന്നാണ് ഐതിഹ്യം. ജടായു തീർത്ഥത്തിൽ നീരാടുന്നവർ ഏത് പാപകർമ്മങ്ങളിൽ നിന്നും വിമുക്തരാകും. ദാരിദ്ര്യ ദുഃഖത്തിൽ നിന്നും മോചനം, മനഃശുദ്ധി, ദാനധർമ്മ പുണ്യം എന്നിവയൊക്കെ നേടും എന്നാണ് ഈ ഒരു ജടായു തീർത്ഥത്തിൽ സ്നാനം ചെയ്താലുള്ള ഫലമായിട്ട് പറയപ്പെടുന്നത്. അപ്പോൾ ഈ പറഞ്ഞ 22 തീർത്ഥക്കിണറിന് പുറമെ നമ്മളുടെ എന്താ പറയുക പുറത്തുള്ള കുറച്ച് തീർത്ഥങ്ങളുടെ കാര്യങ്ങളും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും രാമേശ്വരത്ത് പോയി ഭഗവാനെ ദർശിക്കാനുള്ളൊരു ഭാഗ്യം, ഒരവസരം ലഭിച്ചാൽ നിങ്ങൾക്ക് ഈ 22 തീർത്ഥക്കിണറിലെയും സ്നാനം മിസ് ചെയ്യരുത്. കാരണം എന്ന് വെച്ചാൽ അതാണ് അവിടെ രാമേശ്വരത്ത് പോവുക എന്ന് പറഞ്ഞാൽ തന്നെ ഈ തീർത്ഥക്കിണറിലെ സ്നാനത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ആൾക്കാരെല്ലാവരും അവിടെ പോകുന്നത്. പിന്നീട് ബലിതർപ്പണം നടത്തുന്നത് അതൊക്കെ നല്ലതാണ്. നമ്മളൊക്കെ സാധാരണ ഞാനൊക്കെ പോകുമ്പോൾ ആദ്യം ബലിതർപ്പണം ചെയ്തതിന് ശേഷമാണ് വന്ന് തീർത്ഥക്കിണറിൽ കുളിക്കുന്നത്. കുളിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ റൂമിൽ വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് രാമേശ്വരത്ത് ഭഗവാനെ പോയി ദർശിക്കാനായിട്ട് പോകുന്നത്. അപ്പോഴും നനഞ്ഞ് ഈറനായിട്ട് പോയി നിൽക്കുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ അവരിപ്പോൾ അതങ്ങനെ കടത്തി വിടുന്നുമില്ല. അവിടെ ഈറിനോടെ മുമ്പൊക്കെ നമ്മൾ കുളിച്ചിട്ട് നേരെ പോയി തൊഴുമായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ. പക്ഷേ ഇപ്പോൾ അവരത് അനുവദിക്കുന്നില്ല. അവർ കുളിച്ച് കഴിഞ്ഞാൽ പോയി ഡ്രസ്സ് മാറിയിട്ട് കയറിയാൽ മതി എന്നാണ് അവർ പറയുക. പിന്നെ നല്ല തിരക്കുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഇവിടെ അത്യപൂർവമായ തിരക്കുമാണ്. കർക്കിടക മാസത്തിലൊക്കെ നല്ല തിരക്കുണ്ടാവും കേട്ടോ. പ്രത്യേകിച്ച് വാവടിപ്പിച്ചൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എങ്ങും റൂം പോലും കിട്ടാനായിട്ടൊക്കെ ബുദ്ധിമുട്ടേണ്ടി വരും. കാരണം നമുക്ക് ഒരിക്കലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിലും നമ്മൾ കുളിച്ചു, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് നടത്തിയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാമേശ്വരത്ത് പോകാനായിട്ടാണെങ്കിൽ ഒത്തിരി ട്രെയിനുകളൊക്കെ ഇപ്പോൾ ഉണ്ട്. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് പോയത് ഒരു കന്യാകുമാരി എക്സ്പ്രസ്സിലാണ്. അതാണെങ്കിൽ രാത്രി 10:30 നാഗർകോവിൽ നിന്നും 10:30 മണിക്കൊരു കന്യാകുമാരി എക്സ്പ്രസ് മുമ്പുണ്ടായിരുന്നു. ഇപ്പോഴും അത് ഉണ്ടായിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അത് വെളുപ്പിന് 5:30 മണിയാകുമ്പോഴത്തേക്ക് രാമേശ്വരത്തെത്തും. അപ്പോൾ നമ്മൾ ഓടിപ്പോയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ട്രെയിനിൽ നിന്ന് ഇറങ്ങി നടന്ന് പോകുന്ന ദൂരേ ഉള്ളൂ. എങ്കിലും നമുക്ക് പരിചിതമല്ലാത്ത വഴികളായതുകൊണ്ടിട്ട് തന്നെ ഓട്ടോ വിളിച്ചിട്ടാണ് പോകുന്നത്. ഓട്ടോയ്ക്ക് 50 രൂപയായിരുന്നു മുൻപൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. ഇനിയിപ്പം ചിലപ്പോൾ ചാർജ് കൂടിയിട്ടുണ്ടാവും. അപ്പോഴും നമ്മൾ ഓടി അവിടെ പെട്ടെന്ന് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലൊക്കെ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ സ്ഫടികലിംഗ ദർശനത്തിൻ്റെ ആ ഒരു അഭിഷേകങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കും. അതൊരു ഭയങ്കര ഒരു അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ദീപാരാധനയാണ് ആ സ്ഫടികലിംഗ ദർശനം എന്ന് പറയുന്നത്. അത് ആ ഒരു ദർശന ഭാഗ്യം ലഭിക്കുന്നത് വളരെ പുണ്യകരമായിട്ടാണ് പറയപ്പെടുന്നത്. എനിക്കൊരു ജ്യോത്സ്യരാണ് മുമ്പ് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇതുപോലെ എൻ്റെ ഒരു ഫ്രണ്ടാണ്.
അപ്പോൾ ഇതുപോലെ പറഞ്ഞു അവിടെ ഞാൻ ആൾ വിളിച്ചപ്പോൾ ഞാൻ അവിടെ നിൽക്കുമായിരുന്നു. അപ്പോഴെന്നോട് പറഞ്ഞു മസ്റ്റായിട്ട് നിങ്ങൾ പോയി കണ്ടു തൊഴേണ്ട ഒരു സംഭവമാണ് ഈ സ്ഫടികലിംഗ ദർശനം. അതൊന്ന് കണ്ടു തൊഴാനായിട്ട് ശ്രമിക്കുമെന്ന് പറഞ്ഞത് കൊണ്ടിട്ട് ഞാൻ പോയി കണ്ടു. എനിക്ക് കണ്ടപ്പോൾ വളരെയധികം മനസ്സിന് സന്തോഷവും സമാധാനവും ഒക്കെ ഒന്ന് ഫീൽ ചെയ്തു. അതുകൊണ്ടിട്ടാണ് ഞാൻ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഒരു ദിവസം അവിടെ തങ്ങിയാൽ മാത്രമാണ് നമുക്കിത് കാണാൻ സാധിക്കുക കേട്ടോ. വെളുപ്പിനെ 5:15 ഈ സ്ഫടികലിംഗ ദർശനം തുടങ്ങുന്നത്. അതിന് പ്രത്യേക ടോക്കണും എടുക്കണം. 50 രൂപ ടിക്കറ്റ് എടുത്താണ് ഉള്ളിൽ കയറുന്നത് അത് കണ്ടു തൊഴാനായിട്ട്. നിങ്ങൾക്കും പോകാൻ സാധിച്ചാൽ ഈ കർക്കിടക മാസത്തിലെ ആ ഒരു പുണ്യം ലഭിക്കാനായിട്ടൊക്കെ നിങ്ങൾ രാമേശ്വരം ക്ഷേത്ര സന്നിധിയൊക്കെ ഒന്ന് ദർശിക്കാനായിട്ട് ശ്രമിക്കുക. ഏതൊരു ക്ഷേത്രത്തിലും നമുക്ക് ചെന്നെത്തണമെങ്കിൽ അവിടുത്തെ ഭഗവാനും കൂടെ വിചാരിച്ചാൽ മാത്രമാണ് അത് സാധിക്കുക. നമ്മൾ മാത്രം വിചാരിച്ചാൽ അത് സാധിക്കുന്ന കാര്യമൊന്നുമില്ല. എല്ലാവർക്കും ആ ഒരു ഭാഗ്യം വന്നു ചേരട്ടെ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. സർവം ശ്രീ കൃഷ്ണാർപ്പണമസ്തു. ശ്രീരാമജയം.